തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള വാശിയേറിയ ഒരു ത്രികോണ മത്സരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയതെങ്കിലും അവസാന ലാപ്പിൽ ശശി തരൂറിൻ്റെ ഒരു മേൽക്കൊയ്മയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ശശി തരൂറിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇപ്പോഴും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് മറ്റ് പാർട്ടിക്കാർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99,989 വോട്ടുകൾക്കായിരുന്നു BJPയുടെ കുമ്മനം രാജശേഖരനെ തറപറ്റിച്ചത്. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 15,470 വോട്ടുകൾക്ക് BJPയുടെ അതികായനായ നേതാവ് ശ്രീമാൻ O രാജഗോപാലിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ 4-ാം അംഗത്തിന് നിൽക്കുമ്പോൾ തന്നെ O രാജഗോപാൽ പറഞ്ഞ ഒരു വാക്കുണ്ട്: തിരുവനന്തപുരത്തെ ഇനി തിരിഞ്ഞു നോക്കണ്ട, BJPക്ക് ഒരിക്കലും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. കാരണം ശശി തരൂർ ഉള്ളിടത്തോളം കാലം അത് കോൺഗ്രസിന് സുഭദ്രമായിരിക്കുമെന്ന്. അത്രമേൽ ദൃഢതയോടുകൂടിയാണ് O രാജഗോപാൽ ആ വാക്യം പറഞ്ഞത്. കാരണം നേർക്കുനേർ മത്സരിച്ച പരിചയസമ്പന്നത ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇത് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ അനുയായികൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖർ O രാജഗോപാലിൻ്റെ സഹായമോ അഭ്യർത്ഥനയോ തേടാതിരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി തന്നെ ചിത്രീകരിക്കാം. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഗിമിക്സ് ഒന്നും തന്നെ ഇവിടെ വർക്കൗട്ടായില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ക്രോസ് വോട്ടിംഗ് ആണ് പോലും. അതായത് ഇടതുപക്ഷം മുഴുവൻ ശശി തരൂറിന് വോട്ട് കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. അങ്ങനെ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊന്നുമില്ല. നിഷ്പക്ഷമായാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ശശി തരൂറിനെ പോലൊരു നേതാവ്, ഗ്ലോബലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ചിന്തകൻ, രാഷ്ട്രത്തെക്കുറിച്ച് അർപ്പണബോധമുള്ളവൻ ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം മുതൽക്കൂട്ടായിരിക്കും. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് മത്സരിച്ച മല്ലികാർജുൻ ഖാർഗെയോട് ഏറ്റുമുട്ടിയ നേതാവ് ഖാർഗെ തന്നെ പറഞ്ഞിട്ടുണ്ട് തരൂർ അനിഷേധ്യനായ കോൺഗ്രസിൻ്റെ നേതാവാണെന്ന്. ആ തരൂറിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ഇന്ത്യ മുന്നണി? അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തുകാർക്ക് തരൂറിനെ ഇത്രമേൽ ബഹുമാനം, ഇത്രയേറെ ആദരവും സ്നേഹവുമുള്ളത്. ആ തരൂറിനാണ് കൃത്യമായും ജനങ്ങളുടെ മനസ്സാക്ഷിക്ക് അംഗീകാരമായി കൊടുക്കുന്നത്. വോട്ടിംഗ് ശതമാനം ഉച്ചയോടുകൂടി വർദ്ധിച്ച കേരളത്തിൽ വൈകുന്നേരമായപ്പോഴത്തേക്കും പോളിംഗ് മന്ദഗതിയിലേക്ക് പോവുകയായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 3% വോട്ട് ഷെയർ കുറവാണ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയപരമായി BJPക്കോ അല്ലെങ്കിൽ CPIMനോ നേട്ടമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പോളിംഗ് കുറയുമ്പോൾ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിനാണ് മുന്നേറ്റം എന്ന് പ്രവചിക്കുന്നവർക്കൊക്കെ കൃത്യമായ മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അങ്ങനെ പോളിംഗ് കുറഞ്ഞതുകൊണ്ട് UDFൻ്റെ തട്ടകങ്ങളൊന്നും തന്നെ ഒലിച്ചു പോകാൻ പോകുന്നതേയില്ല.